നമസ്തേ. പുനർജനി ആയുർവേദ കോളേജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വളരെ ഇൻഫർമേറ്റീവായിട്ട് നിങ്ങൾക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള ഒരു ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങളെ ഒരു രീതിയിലും ബോറടിപ്പിക്കത്തില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റുന്ന, രോഗപ്രതിരോധ ശേഷിയെ വളരെയധികം നല്ല രീതിയിൽ ഹൈ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന, നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ പറ്റുന്ന ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്നല്ലേ, ഉണക്കമുന്തിരിയെ കുറിച്ചിട്ടാണ്. ഉണക്കമുന്തിരി നമുക്കൊക്കെ അറിയാം, കുരുവുള്ളതുണ്ട്, കുരുവില്ലാത്തതുണ്ട്, കറുത്ത കളറിലുണ്ട്, ബ്രൗൺ കളറിലുണ്ട്. നിങ്ങൾക്കതിൽ ഏതാ ഇഷ്ടം? എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം കുരുവില്ലാത്തതാണ് അല്ലേ? കാര്യം കുരു കഴിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. വെറുതെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതും ഏറ്റവും ഇഷ്ടമുള്ളതും കുരുവില്ലാത്തത് തന്നെയാണ്. നമ്മൾ പായസത്തിലൊക്കെ ഇടാറുള്ളത് കുരുവില്ലാത്തതല്ലേ. എന്നാൽ ആയുർവേദത്തിൽ ഏറ്റവും ഗുണക്കൂടുതൽ ഏതിനാണെന്നറിയൂ? കുരുവുള്ള കറുത്ത ഉണക്കമുന്തിരിക്കാണ് കേട്ടോ. ഈ ഉണക്കമുന്തിരിനെ നമുക്ക് ദ്രാഷ്ട എന്നും പറയാറുണ്ട്. ചിലരൊക്കെ ലൈഫിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും ദ്രാഷ്ട അരിഷ്ടം, ദ്രാഷ്ടാദി കഷായം, ദ്രാഷ്ടാദി ലേഹ്യം, ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതെല്ലാം ഈ ഉണക്കമുന്തിരിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ആയുർവേദ ഔഷധങ്ങളാണ്. ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് കാണാൻ ഇങ്ങനെ ഉണങ്ങിയിട്ട് വളരെ കുഞ്ഞനായിട്ട് ഇരിക്കുമെങ്കിലും അങ്ങനെയൊന്നുമല്ല അതിൻ്റെ ഗുണങ്ങൾ. അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, അതേപോലെ തന്നെ അയൺ, മഗ്നീഷ്യം, ഫൈബർ, ഇത്രയുമാണ് ഈ കുഞ്ഞു മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇത് കഴിക്കാം. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട്, ചില ലേഡീസിന് നമ്മുടെ ഒരു മെൻസസ് സ്റ്റോപ്പ് ആകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അല്ലെ. ദേഹത്തിന് ഭയങ്കര ചൂടുണ്ടാവാം, അതേപോലെ ബ്ലഡ് കുറവായിരിക്കും, ചിലർക്ക് ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഫ്ലോ ഉണ്ടാവും, നന്നായിട്ട് തന്നെ രക്തം പോകുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഉണക്കമുന്തിരി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ കഴിക്കാം, എപ്പോഴൊക്കെ കഴിക്കാം, ഏതൊക്കെ രീതിയിൽ കഴിക്കാം എന്നൊക്കെ അറിയണമെങ്കിലേ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ചിലർക്ക് പല്ലുകൾക്ക് കേടുപാടുകൾ ഉണ്ടാവാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലരുടെ പല്ലുകൾ പൊട്ടിപ്പോകുന്നുണ്ടാവാം. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. നമ്മൾ ചിരിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് കാണുന്നത് എന്താ? നമ്മുടെ പല്ലാണ് അല്ലേ. അത് ഏറ്റവും നല്ല വൃത്തിയായിട്ടും നല്ലതായിട്ടും കൊണ്ടുനടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മുഖത്ത് നോക്കുമ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ചിരി തന്നെയാണ്. അപ്പോൾ നമ്മുടെ പല്ലിനെ കൂടുതൽ സംരക്ഷണത്തോട് കൂടിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉണക്കമുന്തിരി നമുക്ക് കുറച്ച് കഴിക്കാം അല്ലേ. അതെങ്ങനെ കഴിക്കണം? രാവിലെ വെറും വയറ്റിൽ വേണം കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. ഇതിനൊക്കെ മുമ്പ്, ഇത് കഴിക്കുന്നതിന് മുൻപേ എന്ത് ചെയ്യണം? ഉണക്കമുന്തിരി നല്ലോണം ചൂടുവെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകണം. ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാത്ത പല സാധനങ്ങളും ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരും കഴിക്കുമ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ 2-3 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇത് ഒരു നൈറ്റ് ഫുള്ളായിട്ടും കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് രാവിലെ ഈ ഒരു മുന്തിരി നമുക്ക് നല്ലതായിട്ട് ആ ഇട്ട് വെച്ച വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് വേറെ വയറ്റിൽ കഴിക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള ഗുണങ്ങൾ കിട്ടും. എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഫസ്റ്റ്, നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് മുടി അല്ലേ. മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോകുന്നതിന്, ഇതിനൊക്കെ നമുക്ക് ഈ ഉണക്കമുന്തിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു പ്രതിവിധിയാണ്. മാത്രമല്ല, നമുക്ക് നല്ല കളർ വയ്ക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ കളർ വയ്ക്കുക എന്നുള്ളത്. സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പേ നമ്മൾ കഴിക്കുക. ഒരു സമയം വയ്ക്കുക, ഒരു 6 മണി രാവിലെ, 6 മണി വൈകിട്ട് നമ്മൾ സ്ഥിരമായിട്ടും കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ട് കഴിക്കുക. നമ്മുടെ സ്കിൻ ടോണിന്റെ കളർ കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അനീമിയ എന്നൊരു രോഗം കേട്ടിട്ടില്ല? എന്താണ് അനീമിയ? വിളർച്ച ഉണ്ടാവുക അല്ലെ. ചെറിയ കുട്ടികൾക്ക് വിളർച്ച ഉണ്ടാവും, ഗർഭിണികൾക്ക് വിളർച്ച ഉണ്ടാവും, ഇനി പ്രായമായവർക്ക് ഉണ്ടാവാം. മാത്രമല്ല, മെൻസസ് ടൈമിൽ ലേഡീസിന് കുറേ ബ്ലഡ് ഇങ്ങനെ പോയി കഴിയുമ്പോൾ വിളർച്ച, ക്ഷീണം, ഇതൊക്കെ ഉണ്ടാവാം. രക്തക്കുറവ് ഉണ്ടാകാം. ഇങ്ങനെ വരുന്ന രോഗങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഉണക്കമുന്തിരി ഉപയോഗിക്കാവുന്നതാണ്. ഇനി കോൺസ്റ്റിപ്പേഷൻ, പണ്ട് മുതലേ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് നമ്മൾ പറയാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ ആണ്, എന്താണ് ചെയ്യുക എന്നുള്ളത്. മുത്തശ്ശിമാർ മുതലേ കൊണ്ടുവന്നേക്കുന്ന ഒരു ഔഷധമാണ് ഉണക്കമുന്തിരി കൊടുക്കുക എന്നുള്ളത്. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ഈ അരിയിച്ചെടുത്തത് ചെറിയ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാറുന്നതായിരിക്കും.
ഇനി പീരീഡ്സ് ഡിലേ ആവുന്നവർക്ക്, ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് വരുന്നവർക്ക്, അധികം ഫ്ലോ ഉണ്ടാകുന്നവർക്ക്, ഇവർക്കൊക്കെ ഉണക്കമുന്തിരി നമുക്ക് ഉപയോഗിക്കാം. ഗർഭിണികൾക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, ഡെലിവറി അടുക്കുന്ന സമയത്ത് അവരുടെ കാലിൽ നീരുണ്ടാവാറുണ്ട്, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉണക്കമുന്തിരി കൊടുക്കാം. ആദ്യത്തെ ആ ഒരു ടൈമിലും കൊടുക്കാം കേട്ടോ. ആദ്യത്തെ ഒരു 3 മാസം 4 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, വളർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉണക്കമുന്തിരി കൊടുക്കാം. ഇനി ഉണക്കമുന്തിരി കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആയുർവേദ ഔഷധങ്ങൾ നമുക്കറിയാം. ദ്രാഷ്ടാരിഷ്ടം, ദ്രാഷ്ടാദി കഷായം, ദ്രാഷ്ടാദി ലേഹ്യം, ഇതൊക്കെ നമുക്ക് കൊടുക്കാമേ. ഇത് മാത്രമല്ല കേട്ടോ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ശ്വേത രക്താണുക്കൾ ഉണ്ടെന്ന്. ഈ ശ്വേത രക്താണുക്കളുടെ അളവ് കൂട്ടാനായിട്ട് ഈ ഉണക്കമുന്തിരി നല്ലതാണ് കേട്ടോ. അതേപോലെ ആസിഡിറ്റിക്ക് ഏറ്റവും നല്ലതാണ്. നമുക്ക് ദ്രാഷ്ടാദി കഷായം കൊടുക്കാൻ പറ്റും. അതൊക്കെ ഒരു ഡോക്ടറെ കാണാതെ ഒന്നും കഴിക്കരുത്. ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റുള്ള പ്രോബ്ലംസ് പറഞ്ഞതിന് ശേഷം മാത്രം ഔഷധങ്ങൾ ഉപയോഗിക്കുക. ഇത് നമുക്ക് അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഉണക്കമുന്തിരിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അടുത്ത ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.